എം മനോജ് ചേരുന്നുണ്ട് ശരംകുത്തിയിൽ നിന്ന്. മനോജ്, ഈ ശരംകുത്തിയിൽ നിന്ന് മനോജ് ചേരുമ്പോൾ നമ്മുടെ ഒരുക്കങ്ങളുടെ ഭാഗമായാണത്. അതായത് ജനൻ ടി വി മകര വിളക്ക് എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്നതിൻ്റെ ഒരു പോയിൻ്റാണ് എം മനോജ് ചേരുന്ന ശരംകുത്തി. ഇപ്പോഴും ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് ഉണ്ടോ? ഒരുക്കങ്ങൾ എങ്ങനെ? തന്നെയാണ് ശരംകുത്തിയിൽ അനുഭവപ്പെടുന്നത്. അങ്ങനെ മലകയറി എത്തുകയാണ്. മകരവിളക്കിന് ആ ദർശനത്തിനായി അവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ ഓരോ ദിവസവും ശബരിമലയിലേക്ക് എത്തുമ്പോൾ നാളെ ഈ മകരവിളക്ക് കൂടെ ആയതിനാൽ അതിനനുസരിച്ചുള്ള തിരക്കുമുണ്ട്. എന്തായാലും മറ്റ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെയാണ് തിരുവാഭരണം എത്തുമ്പോൾ സ്വീകരണം നൽകുക ദേവസ്വം ബോർഡ്. ഈ ഭാഗത്താണ് തിരുവാഭരണം, അതായത് കാനനപാത താണ്ടി ഇന്ന് ലാഹ സത്രത്തിൽ വിശ്രമത്തിന് ശേഷം നാളെ കാനനപാത താണ്ടി ശബരിമലയിലേക്ക് എത്തുന്ന തിരുവാഭരണം. ആ തിരുവാഭരണ പേടകങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ശരംകുത്തിയിൽ സ്വീകരണം. ഇവിടെ നിന്നും ആനയിച്ചുകൊണ്ടാണ് ഈ സന്നിധാനത്തേക്ക് പോകുക. അവിടെ എത്തിയ ശേഷം മേൽശാന്തിയും അതോടൊപ്പം തന്നെ തന്ത്രിയും ചേർന്ന് ഈ തിരുവാഭരണങ്ങൾ അവിടെ ഏറ്റുവാങ്ങും. എന്തായാലും വലിയ ഭക്തജന തിരക്ക് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോഴും അങ്ങനെ ശരംകുത്തി വഴി ഭക്തർ ഓരോരുത്തരായി ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു മകരവിളക്ക് ദിനം അത് പ്രത്യേകിച്ച് എല്ലാ വർഷവും ശബരിമലയിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ ഒരു മണ്ഡലകാലം മുഴുവനും നമ്മൾ മറ്റു മണ്ഡലകാലങ്ങളെ അപേക്ഷിച്ച് വലിയ തിരക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ കണക്കുകളിലൂടെയും വ്യക്തമാക്കുന്നത് ഓരോ ദിവസങ്ങളിലും. അപ്പോൾ അതിനനുസരിച്ച് തന്നെയായിരിക്കും ഈ മകരവിളക്കിനും ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ മാളികപ്പുറങ്ങളും കുഞ്ഞു മണികണ്ഠന്മാരും ഒക്കെ അങ്ങനെ മലകയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. മകരവിളക്ക് ദിനത്തിൽ രാവിലെ തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ ദേവസ്വം ബോർഡും അതോടൊപ്പം പോലീസും ഒക്കെ നൽകിയിട്ടുണ്ട്. അതായത് ഈ തിരുവാഭരണം വരുന്ന സമയത്ത് പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഭക്തരെ കടത്തി വിടില്ല. അതേസമയം തന്നെ പുല്ലുമേട് എത്തുന്ന ഭക്തർക്ക്, അതായത് ഈ കാനനപാതയിലൂടെയൊക്കെ എത്തുന്ന ഭക്തർക്ക് ഈ ദർശനത്തിന് ശേഷം, അതായത് മകരവിളക്ക് ദർശിച്ച ശേഷം തിരികെ സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കില്ല. കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ ഈ കാനനപാതയിലൂടെ പുല്ലുമേട് വഴി ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെയുള്ള നിയന്ത്രണങ്ങൾ, ഈ ഭക്തജനങ്ങളെ ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നതിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വലിയ തിരക്ക്. അതായത് ഭക്തജനങ്ങൾ ഇന്ന് നേരത്തെ തന്നെ ഇവിടെ എത്തി ഈ സന്നിധാനത്ത് ഈ പരിസരങ്ങളിലൊക്കെ നിൽക്കുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ശരംകുത്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അങ്ങനെ ഭക്തജന തിരക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോരുത്തരും ഇവിടെ എത്തി അങ്ങനെ മകരവിളക്ക് ദിനത്തിൽ ഇവിടെ നിൽക്കുവാനും അതോടൊപ്പം തന്നെ ദർശനത്തിനായി എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്തായാലും നാളെയോടുകൂടി സ്വാമി അയ്യപ്പന്റെ തിരുവാഭരണങ്ങൾ ആ പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും യാത്രയാരംഭിച്ച് ഓരോ ദിവസവും പിന്നിട്ട് പുതിയകാവ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം എത്തി ഇന്ന് ലാഹയിലെത്തുന്നു, നാളെ സന്നിധാനത്തേക്ക് എത്തുന്നു. അപ്പോഴേക്കും തിരുവാഭരണം എത്തുമ്പോൾ ആ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ആ സമയം അങ്ങനെ മകര വിളക്ക് തെളിയുന്നു, മകര ജ്യോതി തെളിയുന്നു, ആ നക്ഷത്രം തെളിയുന്നു. ആ ഒരു ദിവ്യ ദർശനത്തിനായി ഇവിടെ ഓരോ ഭക്തജനങ്ങളും അങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ സ്വാമി അയ്യപ്പന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ശരണമന്ത്ര ധ്വനികൾ ഉയർത്തിക്കൊണ്ട് അങ്ങനെ ശരംകുത്തിയും അങ്ങനെ ശരണമന്ത്ര മുഖരിതമായി തന്നെ തുടരുകയാണ്. നാളെ ഇതിലും, അതായത് ഭക്തജനങ്ങളെ കടത്തിവിടുന്ന സമയം അത്രയും തിരക്ക് ഇവിടെ അനുഭവപ്പെടും. അതേസമയം തന്നെ തിരുവാഭരണം കൊണ്ടുവരുന്ന സമയത്ത് ഭക്തജനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ സാധിക്കില്ല. തിരുവാഭരണം കൊണ്ടുവരുന്ന ആ ഒരു പേടക വാഹക സംഘവും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുള്ള ആളുകളും മാത്രമേ ഇങ്ങോട്ടേക്ക് എത്തുകയുള്ളൂ. അതിനുശേഷം ആയിരിക്കും, അതായത് തിരുവാഭരണം അവിടെ എത്തിയ ശേഷമായിരിക്കും പിന്നീടായിരിക്കും ഈ നിയന്ത്രണങ്ങളിൽ മറ്റ് മാറ്റങ്ങൾ ഉണ്ടാകുക. എന്തായാലും ശരംകുത്തിയിലും ഇപ്പോൾ ഭക്തജനങ്ങളുടെ തിരക്ക് തുടരുകയാണ്. ഈ ഒരു മണ്ഡലകാലത്തിന്റെ പരിസമാപ്തി എന്ന് പറയുമ്പോൾ തന്നെ ഈ മകരവിളക്ക്, അതോടൊപ്പം തന്നെ ഇനി വരുന്ന 20-ാം തീയതിയാണ് നട അടയ്ക്കുക. അപ്പോൾ ഈ മകരവിളക്ക് ദർശനത്തിനായാണ് ഭക്തജനങ്ങൾ കൂടുതലായി ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെയോട് കൂടി തന്നെയാണ് ഈ കൂടുതൽ, അതായത് ഇന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും. ഇനി നാളെ രാവിലെ 6 മണിക്ക് ശേഷമേ പമ്പയിൽ നിന്നും ഭക്തജനങ്ങളെ കടത്തി വിടുവെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഭക്തജനങ്ങൾ അങ്ങനെ എത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ശരംകുത്തിയിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുഞ്ഞു മാളികപ്പുറങ്ങളും മണികണ്ഠന്മാരും ഒക്കെ അങ്ങനെ എത്തി നിൽക്കുകയാണ്. അവരൊക്കെ സ്വാമി അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. കന്നി അയ്യപ്പന്മാരൊക്കെ
ഇവിടെ വന്ന് ഈ ശരം കുത്തി ഇവിടെ തേങ്ങയടിച്ച് മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഈ ശരംകുത്തിയിലെ ഏത് ഭാഗത്ത് നോക്കിയാലും അയ്യപ്പന്മാർ തന്നെയാണ്. ഇരുമുടിക്കെട്ടുമായി അവരങ്ങനെ മലയിലേക്ക് സന്നിധാനത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി ശരണം. சாமி சாமி തമിഴാ? நல்லா உடுப்பி உடுப்பி கோயம்புத்தூர் சாமி பொள்ளாச்சி பொள்ளாச்சி பொள்ளாச்சி. எப்படி இருந்த இந்த மலை மேலே? 23 வருஷம் ஆச்சு சாமி. வந்துக்கிட்டே இருக்கிற சாமி. எல்லா சாமிகளும் வந்துக்கிட்டே இருக்கு. நம்ம கூட வந்த சாமி எல்லாருமே இது 23வது வருஷம் வந்திருக்கோம் சாமி. மகர விளக்கு பார்த்துட்டு மடங்குவேன். மகர விளக்கு வருஷம் வருஷம் பார்த்துட்டு தான் போகும் சாமி. ஜோதிக்கு தான் வரும் சாமி. ஆமா, பெருவழி தான் சாமி. எங்க இருந்து பாப்பா? சாமி சன்னிதானம் சாமி. സന്നിധാനത്തിൽ നിന്ന് പാപ്പ സ്വാമി. അപ്പോ മകരവിളക്ക് ദർശിക്കാനൊക്കെ എത്തിയ ഭക്തജനങ്ങളാണ്. சாமியே சரணமைப்பா ஆந்திரா சுவாமி ஆந்திரா ആന്ധ്ര. ஆ സ്വാമി ശരണം. ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ ഇത് 33 ഇയേഴ്സ്. ഇത് 30. ഇപ്പോ വർഷങ്ങളായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മകരവിളക്ക് ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങളാണ്. അവരൊക്കെ ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്തായാലും സന്നിധാനത്തിന് പരിസരത്ത് അവരൊക്കെ അങ്ങനെ കാത്തു നിൽക്കും. ഈ മകര ജ്യോതി തെളിയുവാൻ വേണ്ടി, മകരവിളക്ക് തെളിയുവാൻ വേണ്ടി, ആ ഒരു പുണ്യ ദർശനത്തിനായി തിരുവാഭരണം ചാർത്തിയ അയ്യപ്പന്റെ വിഗ്രഹം കാണുവാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ എത്തുന്ന ഭക്തജനങ്ങളാണ്. എന്തായാലും വർഷങ്ങളായി ഇങ്ങനെ തന്നെ തുടരുന്ന ആ ഒരു അയ്യപ്പ സ്വാമിയോടുള്ള ആ ഒരു വിശ്വാസവും ശബരിമലയിലേക്ക് എത്തുന്ന ആ ഒരു യാത്രയും അതോടൊപ്പം തന്നെ മകരവിളക്കിന്റെ അനുഭവമൊക്കെ അവർക്ക് ഒരുപാട് പറയുവാനുണ്ട്. എന്തായാലും അവരൊക്കെ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ പുണ്യ ദർശനത്തിനായി അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കിതാണ് ശരംകുത്തിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഭക്തജനങ്ങളാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണ ശരി.